ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ സംഗീത ക്ലാസ്സുകൾ എന്ന് പറയുന്ന നേരത്ത് കൊച്ചുകുട്ടികൾക്ക് എന്ന പോലെ തന്നെ ശരിക്കും മുതിർന്നവർക്കും അത് പരിശീലിപ്പിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു മനസ്സ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ചുരക്കര സാറിന് സംഗീത സഭയുടെ ഒരു അവാർഡ് കിട്ടി എന്ന് പറയാൻ നേരത്ത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ സദസ്സിന്റെ ഒരു കയ്യടി നൽകണം. നമ്മുടെ ഏത് പരിപാടി സാറിനോട് പറയുമ്പോഴും അദ്ദേഹം ഒന്നും ചോദിക്കാതെ തന്നെ ആ പരിപാടിയിൽ ആ കൃത്യസമയത്ത് വരികയും ആ പരിപാടി ശരിക്കും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന സാറിനോട് നമുക്ക് അതിയായ സ്നേഹമുണ്ട്. ഈ അവസരത്തിൽ അതും സൂചിപ്പിക്കുന്നു. ഒപ്പം പാർവതിപുരം പത്മനാഭ സാറ് നമ്മളോട് എല്ലാ കാര്യങ്ങളിലും ശരിക്കും സാറ് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. അതിനോട് അനുബന്ധിച്ച് തന്നെ ബൃഹസ്പതിയും സാറ് ആ ഒരു കൂട്ടായ്മയിലും സാറിൻ്റെതായിട്ടുള്ള ഒരു ശരിക്കും പ്രവർത്തനം അതിനകത്തും സാറ് ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യം നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ കൃത്യനിഷ്ഠ എന്നുള്ള പോലെ വിട്ടുവീഴ്ചകളില്ലാത്ത ഒരു മനോഭാവത്തിന് ഉടമയും കൂടി ആയിരിക്കണം സതീഷ് ബാല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് അത് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.